വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കാടും പ്രകൃതിയുടെ വന്യതയും തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തിനു മുന്നിലെത്തിക്കുന്ന വടൂർ സ്വദേശി ദാസൻ വാണിയമ്പലത്തിന് ദേശീയ അംഗീകാരം. ജീവൻ ജാഗൃതി സേവ സംസ്ഥാൻ നൽകുന്ന 2026 ഭാരതരത്ന നാഷണൽ സർവീസ് അവാർഡ് കരസ്ഥമാക്കി അദ്ദേഹം നാടിന് അഭിമാനമായിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി രംഗത്തെ 43 വർഷത്തെ സുദീർഘമായ പ്രവർത്തന പരിചയവും അതിൽ കഴിഞ്ഞ 18 വർഷമായി വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിവരുന്ന നിസ്തുലമായ സേവനങ്ങളുമാണ് ഈ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നാഷണൽ ലെവലിൽ, ഭാരത് രത്ന അവാർഡ്. അതിന് ഞാൻ പല മേഖലകളും അവർ തിരഞ്ഞെടുത്തിരുന്നു. ഇതേപോലെ ഫോട്ടോഗ്രാഫി, പിന്നെ ആർട്ടിസ്റ്റുകൾ, ഏറ്റവും നല്ല കലാകാരന്മാർ, അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നു. അതിൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തു, ഇങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഫോട്ടോ ക്ഷണിച്ചു. അങ്ങനെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. അത് സെലക്റ്റായി. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഈ മത്സരം. പക്ഷെ അതിൽ എനിക്കിങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ എൻ്റെ നാട്ടുകാർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ ദാസൻ രാജേഷ് ഫോട്ടോ സെന്റർ എന്ന സ്ഥാപനത്തിലൂടെയാണ് തന്റെ പ്രയാണം തുടരുന്നത്. കേവലം ചിത്രങ്ങൾ പകർത്തുന്നതിലുപരി വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി അവബോധം, ജൈവവൈവിധ്യത്തോടുള്ള ആദരവ് എന്നിവ തന്റെ ഓരോ ഫ്രെയിമുകളിലൂടെയും അദ്ദേഹം സംവേദനം ചെയ്യുന്നു. അപൂർവ നിമിഷങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് പകർത്തുന്ന അദ്ദേഹത്തിന്റെ രീതി ഫോട്ടോഗ്രാഫി മേഖലയിൽ ഏറെ പ്രശംസനീയമാണ്. 43 വർഷമായി വാണിയമ്പലത്ത് ഞാൻ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അതിൽ ഒരു 18 വർഷക്കാലം ഞാൻ കാടായിട്ട് ബന്ധമുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരള ഫോറസ്റ്റിൻ്റെ ഗ്രീൻ പാസ്പോർട്ട് എനിക്ക് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ആൾ ഞാനാണ്. കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേർക്കേ അത് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ അത് അവർ നിർത്തിയും വെച്ചിട്ടുണ്ട്. അന്ന് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലത്താണ്, വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് അത് കിട്ടിയിട്ടുള്ളത്. അത് കാടായിട്ട് ബന്ധപ്പെട്ടിട്ടും കാടിൻ്റെ മൃഗങ്ങളെ ഫോട്ടോ എടുത്തിട്ടും പ്രകൃതി സംരക്ഷണവും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് അത് തന്നിട്ടുള്ളത്. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കാട് കയറാറുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഇവിടെയൊക്കെയാണ് സാധാരണ പോവാറ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയ് മാസത്തിൽ ഇതേപോലെ പോകാൻ നിൽക്കുകയാണ്, ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ കാടനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. എന്നാലും ഞങ്ങളൊരിക്കൽ ട്രക്കിങ് നടക്കുന്ന സമയത്ത്, വണ്ടിയിൽ പോണ സമയത്ത് നിറയെ പുല്ലുകളാണ്, 2 സൈഡിൽ നിറയെ പുല്ലുകളാണ്. ആ പുല്ലിൻ്റെ സെൻറ്ററിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞങ്ങളെ ഓപ്പോസിറ്റിൽ ഒരു കടുവ നടന്ന് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാനുള്ള ഇതില്ലായിരുന്നു. അതിൽ വണ്ടി അവിടെ നിർത്തിയിട്ട്, അതിൽ വണ്ടി ഇതേപോലെ ഓപ്പൺ ജീപ്പായിരുന്നു. ഈ കടുവ വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ 2 കൈയും ഉയർത്തി വെച്ച് ഞങ്ങളെ നോക്കി ഇങ്ങനെ നിന്നു. ഫെബ്രുവരി 18 നടന്ന ചടങ്ങിൽ ജീവൻ ജാഗൃതി സേവ സംസ്ഥാന സ്ഥാപകനും ഡയറക്ടറുമായ പ്രദീപ് ശർമ്മയാണ് ഈ ആദരം പ്രഖ്യാപിച്ചത്. പ്രകൃതിയോടുള്ള സ്നേഹവും കലയോടുള്ള അർപ്പണബോധവും ഒന്നിച്ചപ്പോൾ ലഭിച്ച ഈ വലിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ദാസൻ വാണിയമ്പലവും അദ്ദേഹത്തിന്റെ കുടുംബവും.
ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. Stitch your style. Lenora. Linen, cotton cloth and stitching. Pandikad Road, Vandoor.